ഈ എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എഞ്ചിൻ ഇത് ഡീസൽ എഞ്ചിനാണ്. ഇത് കൺവെർഷൻ കിറ്റ് ഉപയോഗിച്ചാണ് ഈ ഡീസൽ എഞ്ചിനിലേക്ക് ഗ്യാസ് കടത്തിവിടുന്നത്. ഇത് എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിനാണ്. 6 kV അതായത് 2400 വാട്ട്സ് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഈ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ കഴിയും. അപ്പോൾ അങ്ങനെ വരുന്ന ഈ എഞ്ചിൻ കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ മോട്ടോറ് അങ്ങനെ വരുന്ന എല്ലാ ഉപകരണ സാമഗ്രി, ഫ്രിഡ്ജ് അടക്കം, സീലിംഗ് മെഷീൻ, മറ്റ് പമ്പുകൾ എല്ലാം പ്രവർത്തിപ്പിക്കാനും സുഗമമായിട്ട് കൊണ്ടുപോകാനും സ്ഥിരമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഷാജഹാൻ, ഈ ഉപകരണം ഇതെന്താണ്? റിംഗ് ബ്ലോവർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പം ഇതുമായിട്ട് ഘടിപ്പിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ ഈ ഉപകരണത്തിൽ? ഇത് പ്രഷർ ബൂസ്റ്ററാണ്. അപ്പോൾ ആവശ്യത്തിന് ഗ്യാസ് വലിച്ചെടുത്ത് എഞ്ചിനിലേക്ക് ആ കൃത്യമായ ഫ്ലോ കിട്ടുന്നതിനായിട്ട് ഇത് ബൂസ്റ്റർ അത് നല്ല രീതിയിലുള്ള ഒഴുക്ക് കൊടുക്കുന്നു ഗ്യാസിൻ്റെ. അതിന് വേണ്ടി ഇത് ഘടിപ്പിക്കാം. അപ്പോൾ അത് നമുക്കിപ്പോൾ ആവശ്യത്തിലധികം ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടിട്ട് ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഷാജഹാൻ, ഇപ്പം നമുക്കൊരു ഏകദേശ ചിത്രം കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ജനറേറ്റർ വരെ വന്നു. ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. ഈ യത്നത്തിന് നേതൃത്വം വഹിച്ച കളമശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മായ എസ് നായർക്ക് എനർജി ബൂസ്റ്ററായി വർത്തിച്ചത് ബ്ലോക്ക് ടെക്നോളജി മാനേജർ AR സവിതയും അസിസ്റ്റന്റ് ടെക്നോളജി മാനേജർ TS മഞ്ജുമോളുമാണ്. അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ മായ എസ് നായർ കർഷകരുടെ പ്രാദേശികമായ ആവശ്യങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ രൂപപ്പെടുത്തി ജില്ലാതലത്തിൽ തന്നെ അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ആത്മയുടെ ഏറ്റവും പരമമായ ലക്ഷ്യമെന്നുള്ളത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനവും സംയോജനവുമാണ്. ജൈവമാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയപ്പോൾ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായ മൃഗസംരക്ഷണ വകുപ്പും കൃഷി വകുപ്പും പരസ്പരം കൈകോർത്ത് ആ സംയോജനം അക്ഷരാർത്ഥത്തിൽ തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഫണ്ടുകളുടെ ഉദ്ഗ്രഥനവും ആത്മയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. കർഷകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ കൃഷി ഓഫീസർമാരും പ്രോജക്റ്റുകൾ തരുകയും അത് ബ്ലോക്ക് തലത്തിലുള്ള ഒരു ഉപദേശക സമിതിയിൽ വെച്ച് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. ആത്മ എന്നുള്ള പദ്ധതി നമ്മൾക്ക് കേൾക്കുന്നതിനേക്കാളും നന്നായി കാണുന്നത് മനോഹരമാണ്. എന്നാൽ നമുക്ക് തൊട്ടറിയുന്നത് എന്നുള്ളത് അതിമനോഹരമാണ്. ആ തിരിച്ചറിവും കർഷകരുടെ പങ്കാളിത്തവുമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. തുമ്പൂർമുഴി ഫാമിൽ 2013-14 വർഷത്തിൽ നടത്തിയ ഒരു പഠന പര്യടന പരിപാടിയുടെ അവസാന പൂർത്തീകരണമാണ് ഇവിടെ കാണുന്നത്. 2014-15 വർഷത്തിൽ പഠന പര്യടന പരിപാടിയോടൊപ്പം അതിൻ്റെ പിന്തുടർച്ചയായി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഞങ്ങളുടെ ബ്ലോക്കിലെ ഉപദേശക സമിതിയിൽപ്പെട്ട ശ്രീ ഷാജഹാൻ അതിന് ഒരു വലിയ നിമിത്തമായി എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. ഈ പദ്ധതിക്കായി നമ്മുടെ വെറ്റിനറി സർജൻ ശ്രീമതി സുലേഖ പ്രോജക്റ്റ് സമർപ്പിക്കുകയും അത് ബ്ലോക്ക് തല ഉപദേശക സമിതിയിൽ വെച്ച് അംഗീകരിക്കുകയും അത് പിന്നെ ജില്ലയിൽ അംഗീകരിച്ചതിന് ശേഷം നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ അംഗീകാരം ലഭിച്ചതിന് ശേഷമാണ് നമ്മൾ 2014-15 വർഷത്തിൽ തുടങ്ങുന്നത്. ഈ പശുവിൻ്റെ ചാണകത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വൈദ്യുതി ആവശ്യങ്ങളെല്ലാം സൗജന്യമായി നിർവഹിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ മുളവുകാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തികച്ചും ഗ്രാമപ്രദേശമായ ഇവിടെ പല സമയങ്ങളിലും വൈദ്യുതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരമുണ്ട്. ആ അവസരത്തിലെല്ലാം അദ്ദേഹത്തിന് പാല് ചീത്തയാകാതെ സൂക്ഷിക്കുന്നതിന് ഇന്ന് ഫ്രിഡ്ജ് 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷാജഹാൻ ഇന്ന് കേരളത്തിന് തന്നെ ഒരു മാതൃകയായിരിക്കുകയാണ്. ഈ സംരംഭം പല കർഷകരും തങ്ങളുടെ പുരയിടത്തിൽ അനുവർത്തിച്ചുകൊണ്ട് ഉറവിട വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു.
ഷാജഹാൻ്റെ വീട്ടിൽ 2 ഫ്രിഡ്ജ് ഉൾപ്പെടെ മറ്റ് പമ്പ് സെറ്റ് എല്ലാം ഉൾപ്പെടെ മൊത്തമായി വരുന്ന ഇലക്ട്രിസിറ്റിയുടെ ആവശ്യകതയും ഇപ്പോൾ ഇതിലൂടെ ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിട്ടാണ് അങ്ങനെ ഒരു സക്സസ് ഞങ്ങൾ ഈ ആത്മയിലൂടെ ഈ പദ്ധതിക്ക് കൈവന്നിരിക്കുന്നത്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തത് കൊണ്ട് തന്നെ ഇതിന് വളരെയധികം ടെക്നിക്കലായിട്ട് കുറച്ചധികം ഇനിയും റിഫൈൻമെൻറ്റ് ആവശ്യമുണ്ട്. ഇന്ന് ഞങ്ങൾ പൂർത്തീകരിച്ച ഈ പദ്ധതി അതുകൊണ്ട് തന്നെ ക്ഷീരമേഖലയെ, പ്രത്യേകിച്ച് നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിലും അഗ്രികൾച്ചർ മേഖലയിലുമായി പ്രവർത്തിക്കുന്ന കർഷകർക്കൊരു വളരെയധികം പ്രചോദനം നൽകുന്നതും അവർക്കൊരു സെൽഫ് സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു നിലയിലേക്ക് തങ്ങളുടെ പശുക്കളിൽ നിന്നും കിട്ടുന്ന ചാണകം, അതായത് മാലിന്യമായിട്ട് പോകുന്ന വസ്തു ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് അതിൽ നിന്നും കുക്കിംഗ് ഗ്യാസും ഇലക്ട്രിസിറ്റിയും മറ്റ് പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വളവും ജൈവവളവും ഉണ്ടാക്കുന്നതിനുള്ള ഒരു സെൽഫ് സസ്റ്റൈനബിലിറ്റി ലെവലിലേക്കാണ് ഈ പദ്ധതി നമ്മളെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആത്മയുടെ വിവിധ കമ്പോണൻസ് ശരിക്കും യോജിച്ചുകൊണ്ട് തന്നെ നമ്മൾ കപ്പാസിറ്റി ബിൽഡിങ്ങിൽ നിന്ന് ഒരു കർഷകൻ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആത്മയുടെ ഒരു സാക്ഷാത്കാരവും ഒരു കർഷകൻ്റെ ആഗ്രഹവും അതിനുവേണ്ടി ഉള്ള കഠിന അധ്വാനവും അതിനുവേണ്ടി ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ആ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പ്രയത്നിച്ചതുമായ ഒരു പുതിയ ഒരു തുടക്കമാണ് നമ്മളിന്ന് ഈ പദ്ധതിയിലൂടെ തെളിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ശരിക്കും ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്നത് ഈ കുടുംബം തന്നെയാണ്. ഷാജഹാനും ഷാജഹാൻ്റെ ഭാര്യയും ഒരു മകനും അടങ്ങുന്ന ഈ കുടുംബത്തിന് ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. പരമ്പരാഗത തൊഴിലുകളിൽ നിന്ന് ഏവരും അകന്നു പോകുമ്പോൾ പിതൃവഴി പിന്തുടർന്ന് കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയെ ശിരസാ നമിക്കുന്ന ഷാജിയുടെ മാതൃക അഭിമാനകരം തന്നെയാണ്. മുളവുകാട് കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഷാരോൺ ഫെർണാണ്ടസിന്റെ ആത്മാർത്ഥ സഹകരണം ഈ പദ്ധതിക്ക് പ്രചോദനമായി. ഈ പദ്ധതി മൂലം ഷാജിയുടെ വൈദ്യുതി ചെലവ് ഗണ്യമായി കുറഞ്ഞുവെന്ന് മാത്രമല്ല, പവർ കട്ടിന് ഷാജി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പത്രത്താളുകളിൽ ഒതുങ്ങുകയോ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. കാരണം വൈദ്യുതി സ്വയം പര്യാപ്തത എന്ന പദ്ധതി ലക്ഷ്യം ഷാജി കുടുംബത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് BA ഷാജഹാൻ, ബ്ലാവത്ത് പറമ്പിൽ, പനമ്പുകാട്, മുളവുകാട്, എറണാകുളം. ഫോൺ 9495559616.